ഹായ്, ഇന്ന് നമ്മൾ മൺഡേ ഏർലി മോർണിംഗ് സ്റ്റഡിയാണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ 4 മണിക്ക് എണീറ്റിട്ടുണ്ട്. ഇനി സത്യസന്ധമായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഈ കഴിഞ്ഞ ശനിയും ഞായറും ഞാൻ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല. കുറച്ചെങ്ങാണ്ട് വീഡിയോ ക്ലാസ് ഒക്കെ കണ്ടുവന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പീരീഡ്സ് ആയിരുന്നു, അതുകൊണ്ട് തീരെ വയ്യായിരുന്നു. ആദ്യത്തെ 2 ദിവസം എനിക്ക് നല്ല കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു ആ 2 ദിവസം. എന്തായാലും മൺഡേ തൊട്ടിട്ട് നമ്മൾ നമ്മുടെ ഡെയിലി റുട്ടീനിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പഠിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല SCRT ആണ് പഠിക്കുന്നത്. രാവിലെ നമ്മളുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് തന്നെയാണ് കേട്ടോ പഠിച്ചിട്ട് പോണത്. സത്യം പറഞ്ഞാൽ എനിക്കിതൊരു സ്റ്റഡി ചലഞ്ച് പോലെ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഏർലി മോർണിംഗ് എല്ലാവരും എഴുന്നേറ്റ് അങ്ങനെ ഒരു ചലഞ്ചായിട്ട് എല്ലാവരും കൂടി ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അതിന് ഒട്ടും ടൈമില്ല, പ്രിലിംസ് ആവാനായില്ലേ. ഞാനിതൊക്കെ ചിന്തിക്കുമ്പോഴേക്കും പ്രിലിംസിനാകെ 17-18 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ആ ഒരു 21 ഡേയ്സെങ്കിലും വേണ്ട ഒരു കൺസിസ്റ്റൻസി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് കേട്ടോ, ചലഞ്ചായിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതൊന്നും ഇൻസ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ പഠിക്കുക എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇപ്പോൾ മൂഡ് ഒട്ടും ഓക്കെ അല്ല കേട്ടോ. നമ്മുടെ മൂഡ് സ്വിങ്സിൻ്റെ ആ ഒരു ടൈമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ വെറുതെ കരച്ചിൽ വരിക, ദേഷ്യപ്പെടുക, അങ്ങനത്തെ ഒരു ടൈമാണ്. അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് വയ്യാതാവുക, അങ്ങനെ ഒരുപാട് എന്താ പറയുക, മെൻ്റലി ഒട്ടും ഓക്കെ അല്ലാത്ത ദിവസങ്ങളാണ് ഇപ്പോൾ ഈ 2-3 ദിവസങ്ങളായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ നമ്മൾ മറികടന്നിട്ട് തന്നെ വേണം പഠിക്കാൻ, അല്ലേ? അല്ലാതെ ആരും നമുക്കായിട്ട് നിന്നാൽ കുറച്ച് സ്പേസ് ഇരുന്നു പഠിച്ചോ എന്ന് പറഞ്ഞിട്ടൊന്നും തരാനില്ല, ടൈമും തരാനില്ല. അതുകൊണ്ട് കണ്ടെത്തി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് വഴി. നമ്മളതിനെ മറികടക്കുക, നമ്മൾ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ നമ്മൾ മറികടക്കുക. എന്തായാലും ഇത് താൽക്കാലികമായിട്ടുള്ള വിഷമങ്ങളാണ്, നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ. അപ്പോൾ അത് മാറിക്കോളും. അപ്പോൾ ഞാൻ രാവിലെ തിരക്കിട്ട ജോലികളാണ് കേട്ടോ. അടുക്കളയിൽ കുട്ടികൾക്ക് സ്നാക്സും വെള്ളം ആക്കലും അതേപോലെ ഫുഡൊക്കെ ആക്കലൊക്കെ. അതിൻ്റെ ഇടയിൽ ന്യൂസ് പേപ്പർ വന്നപ്പോൾ അതിൻ്റെ കൂടെ തൊഴിൽ വാർത്ത ഇപ്പോൾ വരുത്തുന്നതുകൊണ്ട് അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി എടുത്തു വെച്ചു ഞാൻ. അതിനുശേഷം എന്താ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്കൊക്കെ ഹെൽത്ത് ഇഷ്യൂസും പ്രശ്നമൊക്കെ ആണെന്ന്, ജലദോഷവും ചുമയൊക്കെ പിടിച്ച് പനിയൊക്കെ ആയിട്ട് മരുന്ന് കൊടുക്കലും അതേപോലെ നെബുലൈസ് ചെയ്യലൊക്കെയാണ് പണി. രാവിലെ എഴുന്നേറ്റ് അതിൻ്റെയൊക്കെ തിരക്കാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുട്ടികൾക്ക് ഫുഡൊക്കെ റെഡിയാക്കി അവരുടെ ടിഫിനൊക്കെ എടുത്ത് വെച്ച് അവരെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ചുകൂടി ഫ്രീ ആയി, എനിക്ക് പഠിക്കാനുള്ള ടൈമൊക്കെ കിട്ടും. അങ്ങനെ അവരെല്ലാം പറഞ്ഞിട്ട് അടുക്കളയിൽ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ജോലികളൊക്കെ വേഗം റെഡിയാക്കി. പിന്നെ ഒരു 9 മണി കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ വർക്കൗട്ട് കൂടി ചെയ്ത് അങ്ങനെ അവസാനിപ്പിച്ചു ആ ഒരു ഭാഗം. അതായത് വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ചെറിയൊരു രീതിയിലേ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച്, ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ ഇഡ്ഡലി ആയിരുന്നു, ഞാനത് എടുത്തില്ല കേട്ടോ. എനിക്കെന്തോ അത് കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഇയർഫോണൊക്കെ എടുത്തിട്ട് നമ്മുടെ സാധാ എപ്പോഴുള്ള ജോലികളൊക്കെ തന്നെ ചെയ്യണത് കേട്ടോ, അടിക്കലും തുടയ്ക്കലൊക്കെ. ഇപ്പം ഇന്നലെയൊന്നും ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നില്ല വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഒന്ന് നന്നായിട്ട് തന്നെ എല്ലാം വൃത്തിയാക്കി തുടച്ച് ഇട്ടിട്ടൊക്കെ വേണം പഠിക്കാനിരിക്കാൻ. പിന്നെ കുറച്ച് അലക്കാനുണ്ട്, ഇന്നലെ അലക്കിയിട്ടില്ല. അതേപോലെ ഇന്നലെ ഞാൻ ഒരു ജോലിയും ചെയ്തിട്ടില്ല, മിണ്ടാതെ കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. ഇന്നലെ ഒട്ടും എന്താ പറയുക, പ്രൊഡക്റ്റീവ് അല്ലാത്ത മിണ്ടാതെ കിടന്നുറങ്ങിയൊരു ഡേ ആയിരുന്നു. പിന്നെ ഏകദേശം എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനത്തെ ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, അതേപോലെ. അപ്പോൾ സാറില്ല, പിറ്റേ ദിവസം നന്നായി പഠിച്ചാൽ മതിയല്ലോ എന്ന് ഞാൻ മനസ്സിനെ ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ വന്നിരുന്ന് പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ടാണ് പിന്നെ പഠിക്കാനിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് കറണ്ട് അഫയേഴ്സും മാത്സൊക്കെയാണ് പഠിക്കേണ്ടത്. പക്ഷേ എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല കേട്ടോ അത് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലൊരു 3-4 ചാപ്റ്റർ പെൻഡിങ് ഉണ്ട്, ഞാൻ ബ്ലൂ പ്രിൻറ്റിൻ്റെ എഴുതി വെച്ചത്. അതുകൊണ്ട് തന്നെ അതൊന്ന് തീർത്തിട്ട് നമുക്ക് പഠിക്കാതിരിക്കാമെന്ന് വെച്ചു. ഒരു ചാപ്റ്റർ നോക്കിയിട്ട് പിന്നെ കറണ്ട് അഫയേഴ്സും മാത്സൊക്കെ നോക്കാമെന്ന് വെച്ചിട്ടിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ SCRT ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പേര് എന്നോട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ റെഡ് കളർ ടേബിളിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്നാണ് വാങ്ങിയത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഇത് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് അറിയില്ല. ആണെങ്കിൽ ഞാനിത് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഈ വീഡിയോയുടെ താഴെ. അപ്പോൾ അവൈലബിൾ ആണോ എന്ന് വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. കുട്ടികൾക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും അവർക്ക് എഴുതി പഠിക്കാനാണെങ്കിലും നമുക്ക് പഠിക്കാനൊക്കെ ആണെങ്കിലും നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ടേബിൾ. വാങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. അങ്ങനെ ആ ഒരു പഠിത്തമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കുന്നതും കൂടി ഇതിൽ കാണിക്കുന്നത്. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതങ്ങനെ പുറത്ത് കുറച്ച് നേരമൊക്കെ പോയിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വന്നു. പിന്നെ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് 2 ആട്ടമൊക്കെ ആടിയിട്ടാണ് പിന്നെ പഠിക്കാതിരിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ അപ്പോഴേക്കും എനിക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഷുഗർ ക്രേവിങ്സ് വരുമല്ലോ. അപ്പോൾ ഒരു ഡയറി മിൽക്ക് ഉണ്ടായിരുന്നതിന് കുറച്ചിങ്ങനെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി കുറച്ചുകൂടി ഉഷാറായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരയ്ക്കും ബൈ.